ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതെ അബേട്ട കാണിച്ചൂടാ ബേട്ട എന്തൊക്കെയാണ്. അതെ ഈ സംഭവങ്ങളൊക്കെ കൊണ്ടുപോവാ കേട്ടോ. എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചെടിയും കുറച്ച് റംബൂട്ടാൻ തൈയൊക്കെ എടുത്തോണ്ട് വീട്ടിൽ പോകണം, അങ്ങ് പോകണം. അപ്പോൾ നാളെ നമ്മൾ ഇവിടെ നിന്ന് തിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ തലേ ദിവസം വൈകുന്നേരം നമുക്ക് നല്ല പണിയുണ്ട്. അപ്പോൾ നാളെ നമ്മൾ തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കുറേ ചെടികളൊക്കെ അടിച്ചു മാറ്റണം. അപ്പം നമ്മൾ എടുക്കാൻ പോകുന്നത് ഫുള്ളും ഇവിടുത്തെ പറമ്പിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ പറമ്പിൽ നിന്ന് ഇവിടെ എത്രത്തോളം ചെടിയുടെ കളക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ശരി നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പം എന്തേ ഫസ്റ്റ് അബിയിട്ട് റംബൂട്ടാനെ തപ്പുവാണ്. റംബൂട്ടാൻ തൈ ദേ നിൽക്കുന്ന റംബൂട്ടാനല്ലേ? റംബൂട്ടാന്റെ തൈയാണ്. ആ ദേ നിൽക്കുന്ന എല്ലാ റംബൂട്ടാൻ്റെ തൈയാണേ. ഞാൻ പറയാം ഈ വീടിന് ചുറ്റും റംബൂട്ടാൻ മരമുണ്ട്, ഇഷ്ടംപോലെ മരമുണ്ട് കായ്ക്കുന്നത്. ഈ കിളിയും അതുപോലെ തന്നെ അണ്ണാർക്കണ്ണാരന്മാരൊക്കെ എടുത്തിരുന്നതാണ്. പിന്നെ വവ്വാല്, അതാണ് മെയിൻ. നമുക്ക് അവിടെ ഒരു തൈ അബിയുടെ 2 വർഷം മുമ്പല്ലേ കൊണ്ടുവന്നതുണ്ട്. അത് ഏകദേശമായി. എന്നാലും നമുക്ക് 1-2 കൂടെ ബാക്കിലോട്ട് വെക്കാം. അത് ഫ്രണ്ടിലാണ് ഇപ്പോൾ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് എടുക്കാൻ പോകുന്നത്. ദേ നിപ്പുണ്ട് കുഞ്ഞു തൈകളൊക്കെ. ഇതല്ലേ അതൊക്കെ റംബൂട്ടാൻ്റെ അല്ലേ? ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഇങ്ങതാ അത് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. അപ്പം എന്തേ ഒരു റംബൂട്ടാൻ്റെ തൈ എടുത്തുണ്ട്. കണ്ടോ, റംബൂട്ടാൻ എൻ്റെ മൂട്ടിലുണ്ട്. വേണ്ടേ? അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് റംബൂട്ടാൻ്റെ തൈ. ഇതിവിടെ ഇഷ്ടം പോലെ നിപ്പുണ്ടല്ലേ. അപ്പച്ചി ഇപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പച്ചിയെ കാണിച്ചു കൊടുക്കുന്നത് എന്തൊക്കെയാ നിൽക്കുന്നത്. പോയാ അബിയുടെ റംബൂട്ടാൻ തോട്ടം ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ എന്തേ റംബൂട്ടാൻ തൈകൾ ഉണ്ടോ? ഇത്രയും റംബൂട്ടാന്റെ തൈകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ തൈ ഉണ്ട് കേട്ടോ. ഇപ്പുറത്തെ കയ്യിൽ ഇരിപ്പുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഇനിയും ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. ഈ പറമ്പ് ഫുള്ള് റംബൂട്ടാന്റെ തൈകളുണ്ട് കേട്ടോ. ഇവിടെ മരം ഉള്ളത് കൊണ്ട് റംബൂട്ടാന്റെ മരം ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ കായ വീണ് ആകുന്ന. അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞു, ഇനി അടുത്തതിലോട്ട് പോകാം കേട്ടോ. ഓക്കെ, അടുത്ത് നമ്മൾ പറിക്കാൻ പോകുന്ന ഈ ഒരു സംഭവം കേട്ടോ, ചേമ്പ് പറഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇതുണ്ട്, ഇനി വേറെ വെറൈറ്റി ഉണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഇത് എടുക്കാമേ അബിയേട്ടാ. എടുക്കട്ടെ ഞാൻ എടുക്ക്. ചൊറിയോ? നല്ല കളർ നോക്കി എടുക്കാം. കിട്ടിയിട്ടുണ്ടേ. ഒന്നേ ബാക്കി എടുത്തോ. 2, 3 ഒരു 3-4 ചട്ടിക്ക് വെക്കാം അല്ലേ? ഈ സാധനമാണ് നമ്മളിപ്പോൾ ഗാർഡനിൽ ചെന്നാലും 150 രൂപ 200 രൂപയ്ക്കൊക്കെ അവർ വാങ്ങിക്കുന്നത്. ഈ സെയിം സാധനം വലുത് നോക്കിയെടുക്കും. ഇതൊക്കെ ചട്ടിയിൽ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഇന്നാണ്ടല്ലോ, എന്ത് ഭംഗിയായിരിക്കും അല്ലേ? അപ്പുറത്തെ സൈഡ് നല്ലോണ്ട്. അങ്ങോട്ടുണ്ട്. അത് വേറെ വെറൈറ്റി. നമുക്കത് ഇതെടുത്ത് ഇത് മതിയല്ല, എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് നശിച്ചു പോവായിരിക്കും. എടുക്കണോ? നിക്ക് അത് കാണിച്ചോട്ടെ. ഞാൻ ഒന്ന് സൈഡ് എനിക്ക് നല്ല വെറൈറ്റി അല്ലേ, ഭംഗിയുണ്ട്. ഇനി ഇതേ അടുത്തൊരു വെറൈറ്റി ഇതാന്നിപ്പുണ്ട് കേട്ടോ. ഇപ്പം എടുത്തതിൽ റെഡ് കളറല്ല. ഞാൻ ഇതാ പിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. ആ ഗാർഡൻ വീഡിയോ കാണിച്ചത് ഈ ചേമ്പിൻ്റെ വെറൈറ്റി ഉള്ളത്. ഒരു കാര്യമേ ഉള്ളൂ. എന്തേ ഇങ്ങോട്ട് കാണിച്ചേ, കണ്ടുകൂടാ. അടിപൊളി വെറൈറ്റി. അപ്പോൾ അതൊരെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നിന്ന് ഇതെടുക്ക് കേട്ടോ. ഈ 2 എണ്ണം ശരി കേട്ടോ. ബാക്കിൽ നിപ്പുണ്ട്. എടുക്കാപ്പി. അതിൻ്റെ ഇച്ചിരി വലിയ ഇലയിൽ ദേ നിപ്പുണ്ട്. അപ്പം എന്തേ അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വേരോടെ കറക്റ്റ് എടുത്താലേ നിൽക്കത്തുള്ളേ.
നല്ല ഭംഗിയുണ്ടല്ലേ അടുത്ത വെറൈറ്റി കിഴങ്ങുണ്ട്. അപ്പോൾ 2 വെറൈറ്റി കിട്ടി നമുക്കതിൽ നിന്ന്. ആയിട്ടുണ്ട്. ഇനിയുണ്ട് വെറൈറ്റി, കാണിച്ചു തരാം. അടുത്ത് നമ്മൾ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടോ എടുക്കാൻ പോകുന്നത്. അതായത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, എൻ്റെ ഇടയിലൊക്കെ ഉണ്ട് സ്നേക്ക് പ്ലാന്റ്. എടുത്തു സ്നേക്ക് പ്ലാന്റ്. ഇങ്ങോട്ട് കൊണ്ടുവരില്ലേ? ഫ്രണ്ടിലോട്ടേക്കുന്നു. അതാണ്. അപ്പൊ അടുത്തത് നമ്മളത് ഇതാണ് കേട്ടോ, ചേമ്പിന്റെ വേറൊന്നല്ല കേട്ടോ ഇത്. ഇതിന്റെ പേരെന്തോ അറിയോ? ഇൻഡോർ പ്ലാന്റ് അടിപൊളിയായിരിക്കും കേട്ടോ. അത് ഇഷ്ടം പോലെ ഉണ്ട് ഇത്. അപ്പൊ അതും എടുക്കുവാണേ. ഇത് നമ്മളെല്ലാം എടുക്കുന്ന പറമ്പിൽ നിന്നാണ്. നമുക്ക് പറമ്പിൽ നിന്ന് കിട്ടുന്ന ചെടികളാണ് ഇതെല്ലാം. ഇതായിട്ടാ ഹെൽപ്പ് ചെയ്യാനുള്ളത്. ഏതാ അതിവിടെ ഇഷ്ടം പോലെ ഉണ്ട്. മതി 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 മതി. അടുത്ത് നമ്മളിതേ റബ്ബർ തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇത് മൊത്തം കാപ്പിയാണ്. കാപ്പി വേണോ? കാപ്പി എടുക്കാം. ഇതെല്ലാം കാപ്പി തൈ കേട്ടോ. കാപ്പി തൈ ഇതേ കാട് പിടിച്ചപ്പോണ്ട്. കാപ്പിയേട്ടൻ കാപ്പി തൈ എടുക്കുവാണ്. നമുക്ക് നോക്കാം കാപ്പി തൈ നമ്മുടെ അവിടെ വളരുമൊന്നു. കാപ്പി ഇതാ കേട്ടോ, ഇതെല്ലാം കാപ്പി തൈയാ. എനിക്കൊന്ന് ഇവിടെ ഒരു വലിയൊരു മരമുണ്ട് കാപ്പിയുടെ. ഇത് കാപ്പി മരം. അതിൽ നിന്ന് കാവിക്കണം ഇതെല്ലാം അയക്കുന്നത്. അപ്പോൾ അടുത്ത് ഇനി എന്ത് കിട്ടും നമുക്ക് ഇവിടെ നിന്ന്? ഏതാപ്പി? അത് കിട്ടി. നിപ്പുണ്ട്. നമ്മൾ എടുത്ത ചേമ്പെല്ലാം ഇവിടെ നിപ്പുണ്ട്. ഔഷധമാണ് കേട്ടോ ഇത്. നമ്മൾ താരന് അതുപോലെ തന്നെ തലയ്ക്ക് ഹെയറിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ പാൽമടക്കല്ലേ? പാൽമതം. മതം. ഡാൻഡ്രഫിനൊക്കെ ഏറ്റവും നല്ല സാധനം. ഇത് അരച്ച് തേച്ചാണ്ട് ഒരു കുഴമ്പ് പോലെയാവും. കുഴമ്പ് ജെല്ല് പോലെയായിട്ട് അതൊരു തല തേച്ച് 10 മിനിറ്റ് വെച്ച ശേഷം കഴുകി കളഞ്ഞാൽ മതി. പുഴുണ്ട് കേട്ടോ, നോക്കണേ. പറഞ്ഞില്ലേ ഇനി നമ്മൾ കാണിക്കാതെ ഔഷധ സസ്യങ്ങൾ ഒരുപാടുണ്ട്. അതിൻ്റെ ഒന്നും കേട്ടോ അതാ നിൽക്കുന്നത്. നമ്മുടെ പാറൂസും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തെന്താ? ഇത് മറ്റേ ഒരു വയലറ്റ് കളർ പൂവാ. പിന്നെ എടുക്ക്. ഇതൊരു എന്താ വയലറ്റ് കളർ പൂവാട്ടോ. ഇവിടെ ഫുള്ള് അതാ നിറഞ്ഞിരിക്കും. നല്ല ഭംഗിയാണ് പൂത്തിരിക്കുമ്പോഴത്തേക്കും. അപ്പൊ അത് നമ്മളെടുത്തു. നല്ല രസമുണ്ടല്ലേ? ജെല്ല്. അത് പിടിച്ചു നോക്കിയ ജെല്ലാണോ? കാണാൻ പറ്റുമല്ലോ. ജെല്ലാണോ? അടിപൊളിയല്ലേ? നല്ല രസമുണ്ട്. വലിച്ചെടുത്തോ ജെല്ല് പോലെ വെള്ളം എങ്ങനെയായി? അതിന്റെ വേരിന്റെ എന്തെങ്കിലും ആയിരിക്കണം. ഇരിപ്പുണ്ട് കണ്ടോ, ജെല്ല് പോലെ ഇരിപ്പുണ്ട്. എന്തോ പാറസേ, അപ്പൊ ഇത് ഇത്രയും മതി. അല്ലെ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഇടാം അല്ലേ? ഇങ്ങനെ തൂക്കിയിട്ട്. അപ്പൊ ഇത് ഒരു ഇതിൽ ഫുള്ളായിട്ട് ഇടാം. അതിന്റെ പൂ ഇങ്ങനെയാ കേട്ടോ, വയലറ്റ് കളർ. ഇതേ ഇരിപ്പുണ്ട്. ഇതിന്റെ മൊട്ടാണ് ഇത്. പൂ ഇങ്ങനെ ഒരു വയലറ്റ് കളറാണ്. അപ്പൊ ഇവിടെ ഫുള്ളും പറഞ്ഞ പോലെ അങ്ങനെ പടർന്ന് കിടക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് നമുക്കൊരു ഹാങ്ങിങ് പ്ലാന്റ് ആക്കാന്ന്. മതി മതി, ധാരാളം. ഇതേ നിപ്പുണ്ട് പൂവ് കേട്ടോ. വള്ളിയുടെ പൂവാണ് ഇതിനുള്ളത്. ഇത് പോറായി അണഞ്ഞു അല്ലേ? നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ഇത്രയും സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടി. ഏറ്റവും ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ് കിട്ടിയെന്ന്. ഇനി ബാക്കി എന്തെങ്കിലുമൊക്കെ തപ്പി നമ്മളിങ്ങനെ നടക്കുവാണ്. അപ്പോൾ അടുത്ത ചെടി നിപ്പുണ്ട്. ഇതിൻ്റെ പേരൊന്നും ആരും ചോദിക്കരുതേ. ഒരു നിൽക്ക് ഇതേ ഒരു വയലറ്റ് കളർ കേട്ടോ. ഇവിടെ ഇപ്പുണ്ട്. പാറൂസ് ഇതേടെ പാട്ട് പാടുവാണോ പാറൂട്ടാ? ആണോടോ? പാറുട്ടിയെ കണ്ടിട്ട് കുറേ ദിവസമാണല്ലേ എല്ലാവരും. പാറുട്ടി ഇവിടെ അപ്പച്ചയും കൊച്ചിനെയും കണ്ട ശേഷം ഭയങ്കര തിരക്കാ. അപ്പം എന്തേ നമുക്ക് അതും കിട്ടി. ഇനി ഇതെടുക്കേട്ടാ. ഇത് നമുക്ക് കുറച്ചല്ലേ കിട്ടിയുള്ളൂ. ആവശ്യത്തിന് കിട്ടിയായിരുന്നോ? ചേമ്പിൻ്റെ തന്നെ ആവശ്യത്തിന്. മഞ്ഞ കളർ വ്യത്യാസം കണ്ടോ?
ഇതിന്റെ ചിലതിന്റെ കിഴങ്ങ് ചൊറിയോന്നാ കേട്ടോ പറയാനാ. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ, അല്ലേ ബേട്ടാ? എന്തായാലും ചൊറിയൊന്ന് മണ്ണ് കളയണ്ട. അതുകൊണ്ടോ അപ്പൊ അടുത്തൊരു ചെടിയാണേ. ഇത് ഇവര് പറയുന്നത് ഇവിടുത്തെ പായെന്നാ, പക്ഷെ എനിക്ക് നല്ല ഭംഗി തോന്നുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് നടാം അല്ലേ? ഇവിടെ നിൽപ്പുണ്ട്. ഇതിനെന്താ നിങ്ങൾ പറഞ്ഞ ഇടിപ്പായലോ? വേറെ സംഭവം ഇല്ല ഇല്ല, ഒന്നും എടുത്തില്ല. അപ്പൊ ഇവിടുത്തെ പറമ്പിലെ ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മള് വേറെ ഒരു സൈഡിലോട്ട് പോവാം. അവിടെ ഇനി എന്തൊക്കെയുണ്ടോ നോക്കാം. പാറൂട്ടി ഇവിടെ അപ്പച്ചിയും കൊച്ചിനും കൂടെ മാറി മാറി എടുത്ത് കളിക്കുക. പോട്ടെ. എന്തേട്ടാ വേണ്ടേ? ഇതാണോ? നല്ല കളറാണ് കേട്ടോ. അതെടുക്ക. നോക്കുവാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നടാം. ഇത് പലയിടത്തും ഇപ്പൊ ഹാങ്ങിങ് പ്ലാന്റ് കേട്ടോ. ഇതിന്റെ വെറൈറ്റി നമുക്കിത് മതി. ഇവിടെ അതും ഇവിടെ എല്ലാം നിപ്പുണ്ട്. നമുക്കിതെടുക്കാം. എന്നോ എന്നിട്ട് വലിച്ച് പറിച്ചെടുക്ക്. അതെടുക്ക. ഹായ്, നല്ല കൂടോടെ കിട്ടിയിട്ടുണ്ടല്ലേ. നല്ല ഭംഗിയാണ്. അപ്പൊ ഇതും നമുക്ക് കൊണ്ടുപോകാം. അടുത്തത് ചെറിയ കവുങ്ങിന്റെ അതിനെന്തോ പറയുമല്ലോ, മൈസൂർ പാക്ക് അല്ലേ? മൈസൂർ പാക്കിന്റെ കുഞ്ഞു തൈ നിപ്പുണ്ട്. അതൊരു നല്ല രസമാണ് കാണാൻ പറ്റും. ചെറുതായിട്ട് കാണാം കേട്ടോ. നേരെ അവിടെ നിപ്പുണ്ട്. അപ്പോൾ അതിന്റെ തൈ കൂടെ എടുക്കുവാണേ. ഇതേ കിട്ടിയിട്ടുണ്ട്. മൈസൂർ പാക്ക്. നല്ല ഭംഗിയാണ്. ആ, രണ്ടെണ്ണം എടുക്കും. അടുത്തൊരു വെറൈറ്റി ദേ നിപ്പുണ്ട് കേട്ടോ. ചേമ്പലയില പോലത്തെ തന്നെയാണ്. അടുത്തൊന്ന് ദേ നിപ്പുണ്ട്. പൂ വേണോ? വേറെ പൂ വരച്ചു തരാം. ചേമ്പിന്റെ വേറെ വെറൈറ്റിയാണ്. അടുത്ത് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത സൈഡിലോട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാം. ഇവിടെയും നമ്മളെടുത്ത ചെടിയൊക്കെ നിപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ എടുത്തത് കൊണ്ട് ഇനിയിപ്പം വേണ്ട. മണി പ്ലാന്റ് കിടപ്പുണ്ട്. മണി പ്ലാന്റ് നമുക്കുണ്ട്. അടുത്ത് വേറെ നിപ്പുണ്ട്. ഇതും ചേമ്പലയില പോലത്തെ വെറൈറ്റി കേട്ടോ. അപ്പൊ എത്ര എണ്ണം ആയല്ലേ ചേമ്പലയില? അതിന്റെ മാത്രം വള്ളിയിലാണ് ഇത് പോകുന്നത്. ഇതിന്റെയൊക്കെ പേരുകളൊന്നും അറിയില്ല കേട്ടോ. ഇതിനൊക്കെ ഓരോ പേരുകൾ കാണുമായിരിക്കും അല്ലേ ബേട്ടാ? ആ, വള്ളിയായിട്ടാ പോണേ. വള്ളിയായിട്ട് ഇതേ പടന്നു പോവാം. നമുക്ക് വള്ളിയുള്ളത് വേണ്ട. ഓരോ വിത്തായിട്ട് വെക്കാം. കണ്ടോ, ഓരോ വിത്തായിട്ട് വെക്കാം. ഇത് ഇങ്ങനെ പടത്തി ഇട്ടോണ്ട് തന്നെയാണ്. മുറിച്ച് വെച്ചാൽ മതി. എടുത്തോ. അതും കണ്ടോ, ഇല കണ്ടോ ഇങ്ങനത്തെ. മുറിച്ചെടുക്കട്ടെ? എടുക്കാം. കിട്ടിയിട്ടുണ്ട് നമുക്ക്. അടുത്തത് ഇതിനകത്ത് ഏകദേശം ഒരു 10 മൂട് വെക്കാം അല്ലേ? അടുത്തൊരു വെറൈറ്റി മണി പ്ലാൻ കണ്ടപ്പോൾ അബിയൻ അത് എടുക്കണമെന്ന്. പിന്നെ എടുക്കട്ടെ. താങ്ക് യു. ഇനി അടുത്ത് എങ്ങോട്ട്? ഇതിൻ്റെ തൈ കിട്ടോ? ഈ പൂ നിൽക്കുന്നതിൻ്റെ. ഇത് ആന്തൂറിയം തന്നെയാണോ? ഒരു വെറൈറ്റി ഉണ്ടല്ലേ. നമ്മളിത് കാണിച്ചു കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പം അതിൻ്റെ തൈ ഉണ്ടോയെന്ന് നോക്കുവാണ്. ഉണ്ടെങ്കിൽ എടുക്കാം. ആ, ഉണ്ട്, തൈ ഉണ്ട്. ഇത് കൊച്ചൻ വച്ചേക്കുന്നതാണോ? എനിക്ക് വേറെ എടുക്കാം കേട്ടാ. മുതലാളി വന്ന് തള്ളി ചെറിയ പറയരുത്. നമ്മളന്ന് താഴെ പോയില്ലായിരുന്നു, ആ വെള്ളം ഒഴുകുന്നത്. ഇവിടെ നിന്ന് ആ വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കാം. അത് ഇവിടെ തന്നെ കേട്ടോ. നേരെ ആ താഴെ നമ്മളൊന്ന് പോയി. റംബൂട്ടാൻ ഉണ്ടോ അതില്? അങ്ങനെ ആ ഒരു ആന്തൂറിയം കിട്ടിയിട്ടുണ്ട്. വെള്ള കളറാട്ടോ ഇത്. ഓക്കെ മതി, ധാരാളം. അപ്പൊ അതെ, നമുക്ക് ജാതിത്തൈയും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പറഞ്ഞില്ലേ, ഇവിടെ ജാതിത്തൈ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ എന്തേ അതും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഒരു ഹാങ്ങിങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാണിക്കാൻ പറ്റും. ദേ കിടപ്പുണ്ട് ഒരു ഹാങ്. അതും എടുത്തിട്ടുണ്ട്. അത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് തറയിൽ. അങ്ങോട്ട് കയറി എടുക്കട്ടോ. ഇതെല്ലാം അതല്ലേ, ഹാങ്ങിങ് എല്ലാം ഉണ്ട്.
ഇതാട്ടോ ശരിക്കും കാണിച്ചു കൊടുത്തേ. ഇത് വേറൊരു ടൈപ്പാട്ടോ. ഇതിൻ്റെ വേറൊരു ഹാങ്ങിങ് ഉണ്ട് നമ്മുടെ വീട്ടിൽ, പക്ഷേ ഇത് അങ്ങനത്തെ അല്ല, വേറൊരു കുഞ്ഞലയുടെയാണ്. അടുത്തതേ വേറൊരു ടൈപ്പാട്ടോ. ഇൻഡോർ പ്ലാന്റ് ഉപയോഗിക്കാം. നേരത്തെ എടുത്തതല്ല, അതൊരു പുള്ളി ആയിട്ടുള്ള. ഇത് കളർ ഇങ്ങനെ വ്യത്യാസമായിട്ടുള്ളത്, അത്യാവശ്യം നല്ല വൈറ്റ്. അടുത്തതേ ഒരു റെഡ് കളർ പൂവുള്ളതാട്ടോ. ഇത് നമ്മുടെ ഇവിടെ ഹാങ് ആയിട്ട് ഒരു ഇച്ചിരി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ നിപ്പുണ്ട്, കുറച്ചെടുക്കുക. കഴിഞ്ഞോ എന്നൊന്ന് കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ പറമ്പ് ഹണ്ടിങ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിട്ടിയ ചെടികളെല്ലാം കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതേ കാണിച്ചു കൊടുക്കേട്ടോ എത്ര ചെടികളാണ് നമുക്ക് കിട്ടിയെന്ന്. ഇതെല്ലാം കാട്ടിന്നെടുത്ത കുറേ വെറൈറ്റി പറമ്പിൽ നിന്ന് മാത്രം കിട്ടിയതാട്ടോ. ഇനി ബാക്കി ഇവിടെയുള്ള കുറച്ച് ഹാങ്ങിങ് എല്ലാം നമുക്ക് കൊച്ചിച്ച മതിച്ച് ചോദിച്ചിട്ട് വാങ്ങിക്കണം. എന്തായാലും ഇത്രയും കിട്ടിയിട്ടുണ്ട് പറമ്പിൽ നിന്ന് മാത്രമായിട്ട്. അങ്ങറ്റത്തിരിക്കുന്ന ഹാങ്ങിങ് എല്ലാം നമുക്ക് പറമ്പിൽ നിന്ന് കിട്ടിയതാട്ടോ. അത് ഈ സ്നേക്ക് പ്ലാന്റ്, ഈ ഇതിൽ തന്നെ കുറേ വെറൈറ്റി ഉണ്ട്. ഈ ഒരു കളർ വേറെ, അതിൽ 3 വെറൈറ്റി ഉണ്ട് ഉള്ളത്. പിന്നെ ദേ ഇരിപ്പുണ്ട് കുഞ്ഞി ചേമ്പിൻ്റെ, അതിൻ്റെ വേറെ പുള്ളി, അതിൻ്റെ റെഡ് കളറ്, അങ്ങനെ കുറേ ഉണ്ട്. അടിപൊളി. പിന്നെ റംബൂട്ടാൻ കിട്ടി, ജാതി, പിന്നെ എന്താ മൈസൂർ പാക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പാക്കും കൂടെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, സാധാ പാക്ക്. അങ്ങനെ അപ്പോൾ നമ്മുടെ പറമ്പ് ഹണ്ടിങ് എല്ലാം കഴിഞ്ഞു. ഏകദേശം ഒരു 10-20 വെറൈറ്റി ചെടികൾ നമ്മൾ പറമ്പിൽ നിന്ന് തന്നെ കളക്ട് ചെയ്ത്, അതിൽ കൂടുതലുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കാപ്പി എടുത്തു, പിന്നെ ജാതി, റംബൂട്ടാൻ, അങ്ങനെ കുറേ വെറൈറ്റി ഇതും എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ആക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ. പാർട്ടി ടാറ്റ കൊടുത്തേ. ടാറ്റ. ടാറ്റ.